of Three Smarties. Welcome to Three Smarties. ഈ ലോക്ക്ഡൌൺ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര കാലമായി ഫ്രണ്ട്സിനെ കണ്ടിട്ട്. എത്ര നാളായി പുറത്തു പോയിട്ട്. ഒരു ബീച്ചിലോ പാർക്കിലോ ഹിൽ സ്റ്റേഷനിലോ ഒക്കെ പോകാൻ കൊതി തോന്നുന്നില്ലേ? എനിക്കും അതെ. ഒരു മോളിലോ റെസ്റ്റോറന്റിലോ പോയിട്ട് എത്ര നാളായി. ടൂറ് പോയ കാലം മറന്നു. വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകണ ഒരു ഫീൽ കിട്ടിയാലോ? അത് പൊളിക്കും അല്ലേ? ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അതിനുള്ളതാണ്. റോമൻ, നീ VR ഹെഡ്സെറ്റ് ഒന്ന് വെച്ച് നോക്കൂ. വാവ്, ഇതൊരു വളരെ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനിത് വെച്ച് നോക്കിയപ്പോൾ മറ്റൊരു ലോകത്തേക്കാണ് പോയത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണ്ടേ? ഒരു പണച്ചെലവില്ലാണ്ട് വീട്ടിലുള്ള വസ്തുക്കൾ വെച്ച് എങ്ങനെ ഒരു VR ഹെഡ്സെറ്റ് ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഒരു VR ഹെഡ്സെറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് 2 കോൺവെക്സ് ലെൻസുകളാണ്. ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് 2 കോൺവെക്സ് ലെൻസസ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാലോ. ആദ്യം തന്നെ 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ പേപ്പറിൽ വരച്ച് വെട്ടിയെടുക്കാം. അതിനുശേഷം ഈ ടെംപ്ലേറ്റിന്റെ സഹായത്തോടെ ഈ കുപ്പിയിൽ പെർമനന്റ് മാർക്കർ വെച്ച് സർക്കിൾ വരച്ചെടുക്കാം. ഇനി 4 സർക്കിൾസും ഒരു സിസറിന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ പേപ്പർ കട്ടറിന്റെ സഹായത്തോടെ മുറിച്ചെടുക്കാം. ഈ 2 സർക്കിൾസും നമുക്ക് ഒരു ഗ്ലൂ ഗണ്ണിന്റെ സഹായത്തോടെ ഒട്ടിച്ചു ചേർക്കാം. ഗ്ലൂ ഗൺ കൊണ്ട് ഇതുപോലെ സർക്കുലർ ഷേപ്സ് ഒട്ടിച്ചതിനു ശേഷം സിറിഞ്ച് കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചതിന് ശേഷം ആ ഹോള് ഗ്ലൂ ഗൺ കൊണ്ട് തന്നെ ഒട്ടിക്കണം. സൂക്ഷിച്ച് ചെയ്യണേ, കൈമുറിയും. ഇപ്പോൾ നോക്കൂ, നമ്മുടെ DIY ലെൻസ് റെഡി. ഇനി നമുക്ക് മറ്റു 2 സർക്കിൾസ് കൊണ്ടും ലെൻസ് ഉണ്ടാക്കാം. നമ്മുടെ VR ഹെഡ്സെറ്റിന് നമ്മളിപ്പോൾ ഒരു DIY കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കി കഴിഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺവെക്സ് ലെൻസും ഉപയോഗിക്കാം കേട്ടോ. ഇനി VR ഹെഡ്സെറ്റിനായി കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ വെട്ടിയെടുക്കാം. ഇനി മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നിങ്ങൾക്കത് എളുപ്പമാവും. ഈ കാർഡ്ബോർഡ് പീസുകൾ എങ്ങനെ യോജിപ്പിക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഈ കോൺവെക്സ് ലെൻസ് എങ്ങനെ ഈ ഹോളുള്ള കാർഡ്ബോർഡിലേക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം. ഇവിടെ കൺവീനിയൻസിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ DIY ലെൻസും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 ഹോളുള്ള 3 കാർഡ്ബോർഡ് പീസസും ഒട്ടിച്ചു കഴിഞ്ഞു. ഈ പീസുകളെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് VR ഹെഡ്സെറ്റിനുള്ള ബോക്സ് ഉണ്ടാക്കാം. നമ്മൾ ഇവിടെ ആട്ടോ ഫോൺ വെക്കുന്നത്. നമ്മൾ ലെൻസ് ഒട്ടിച്ച കാർഡ്ബോർഡിന്റെ ഈ വശത്തായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ലെൻസ് ഹോൾഡ് ചെയ്തേക്കുന്ന കാർഡ്ബോർഡ് ഇതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഇതിന്റെ ഫോക്കസ് കറക്റ്റ് ആക്കാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കി നമുക്ക് ഫോക്കസ് കറക്റ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ ഒരു പീസ് കൂടി ഇവിടെ നടുവിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ കാർഡ്ബോർഡിന് ബ്ലാക്ക് കളർ കൊടുത്തപ്പോൾ നമ്മുടെ VR ഹെഡ്സെറ്റിന്റെ ലുക്ക് തന്നെ മാറിയില്ലേ? ഇതുപോലെ 2 ചെറിയ കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ട് L ഷേപ്പിൽ വെട്ടിയെടുത്ത് ഒട്ടിച്ചിട്ട് 2 സൈഡിലും 2 വീതം ഒട്ടിച്ചാൽ മതി. നമ്മുടെ ഈ VR ഹെഡ്സെറ്റിന്റെ മുകളിലത്തെ സ്ലൈഡിംഗ് ഷട്ടറിന്റെ സ്ലോട്ടുകളാണ് ഇത്. അങ്ങനെ നമ്മുടെ VR ഹെഡ്സെറ്റ് റെഡി. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ?
അതിനായി നമ്മൾ യൂട്യൂബിൽ 360 ഡിഗ്രി VR വീഡിയോ സെർച്ച് കൊടുത്താൽ കുറേ വീഡിയോസ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ VR ഹെഡ്സെറ്റ് ടോമൊന്ന് വെച്ച് കൊടുത്ത് നോക്കിയാലോ? ഇനി ഞാൻ പോകുന്നത് ഒരു കാട്ടിലേക്കാണ്. ആ കാട്ടിൽ ഞാൻ എൻ്റെ ചുറ്റും സിംഹങ്ങളാണ്. ഞാൻ ഈ VR വെച്ച് മുമ്പിൽ നോക്കുമ്പോൾ അവിടെ സിംഹം, VR വെച്ച് പുറകിലോട്ട് തിരിയുമ്പോൾ അവിടെയും സിംഹം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട VRന്റെ വീഡിയോസിന്റെ ലിങ്ക് എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാനൊരു ജംഗിൾ സഫാരിക്ക് പോയിട്ട് വരാം. ഞാനിപ്പോ താജ്മഹലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വന്നതേ ഉള്ളൂ. ആ ഈഫിൽ ടവറിന്റെ മുകളിൽ നിന്നുള്ള പാരീസിന് ഫുൾ വ്യൂ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. VR വെച്ച് സൈഡ് ബൈ സൈഡ് വീഡിയോ കൂടി പ്ലേ ചെയ്ത് നോക്കൂ. പക്ഷേ സൈഡ് ബൈ സൈഡ് വീഡിയോ, അതായത് SBS വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം കേട്ടോ. ഇനി വേണമെങ്കിൽ 3D SBS വീഡിയോ കൂടി പ്ലേ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഈ SBS 3D വീഡിയോ അവിടെ നിന്ന് കിട്ടും. യൂട്യൂബിൽ വെറുതെ 3D SBS വീഡിയോ സെർച്ച് ചെയ്താൽ പോലെ എത്ര എണ്ണം കിട്ടും. അപ്പൊ നമുക്കൊരു 3D SBS വീഡിയോ സെറ്റ് ചെയ്ത് പ്ലേ ചെയ്താലോ? നമ്മൾ SBS വീഡിയോ പ്ലേ ചെയ്തിരിക്കുന്ന ഫോൺ ഈ സ്ലോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ ഷട്ടർ ഒന്ന് അടച്ചു നോക്കിയിട്ട് ആ കണ്ണുകളൊന്ന് ചേർത്ത് വെച്ച് നോക്കൂ. ഒരു കാര്യം കൂടി, നമ്മൾ സാധാരണ 3D ഗ്ലാസ് വെച്ച് മൂവീസ് കാണുമ്പോൾ പിക്ചർ ക്വാളിറ്റി കുറവായി തോന്നാറില്ലേ? നമ്മൾ VR ഹെഡ്സെറ്റ് വെച്ച് കാണുമ്പോൾ 3D ഇഫക്റ്റ് കിട്ടുന്നതിനോടൊപ്പം പിക്ചർ ക്ലാരിറ്റിക്കും ലേശം കുറവ് വരുമേ. അതുപോലെ നമ്മൾ VR ഹെഡ്സെറ്റ് വെക്കുമ്പോൾ ആദ്യം നമ്മൾ 2 ഇമേജ് ആയിരിക്കും കാണുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഞങ്ങൾ ഈ VR ഹെഡ്സെറ്റ് കുറച്ച് പേർക്ക് വെച്ച് കൊടുത്തു. ചിലർക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവും, ചിലർക്ക് 1 മിനിറ്റ് ഒരു സമയം എടുക്കും. ഒരിക്കലും ഈ VR ഹെഡ്സെറ്റ് നമ്മുടെ കണ്ണായിട്ട് അഡ്ജസ്റ്റ് ആയാൽ പിന്നെ ആ എക്സ്പീരിയൻസ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് കണ്ണിൽ നിന്ന് മാറ്റാനേ തോന്നില്ല. അപ്പോൾ VR ഹെഡ്സെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളൂ, ഒട്ടും സമയം കളയണ്ട. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും അറിയിക്കണം കേട്ടോ. ഞങ്ങളത് ഈ ചാനലിലൂടെ കാണിക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ്, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ കൊടുത്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഞങ്ങളുടെ കമന്റ് ബോക്സ് കാത്തിരിക്കുന്നു കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. Till then, Goodbye from 3 Smarties.